മോർണിംഗ് റിപ്പോർട്ടർ അതിഥിയിലേക്ക് കടക്കുകയാണ്. മലയാളികൾക്ക് ഏറെ പരിചിതമുള്ള ഒരു മ്യൂസിക് ബാൻഡാണ് തൈക്കൂടം. തൈക്കൂടത്തിന്റെ കീബോർഡിസ്റ്റ് റൂത്തനാണ് ഇന്ന് മോർണിംഗ് റിപ്പോർട്ടറിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സ്വാഗതം റൂത്തൻ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയാണ് മ്യൂസിക് വിശേഷങ്ങൾ റൂത്തന്റെ? തൈക്കുടം ബ്രിഡ്ജാണ്. തൈക്കുടം എന്ന് മാത്രം ചിലർ പറയാറുണ്ട്. തൈക്കുടം ബ്രിഡ്ജാണ് ആക്ച്വലി വരുന്ന പേര്. ഓക്കെ, ഇപ്പോൾ പുതിയതായിട്ട് വരാൻ പോകുന്നത് നമ്മൾ 9 സോങ്സിൻ്റെ ഒരു ആൽബമാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി അത് നെക്സ്റ്റ് മന്തിൽ കഴിയും. ഓഗസ്റ്റിൽ റിലീസാകാനാണ് ഉദ്ദേശിക്കുന്നത്. കീബോർഡ് തൈക്കൂടം ബ്രിഡ്ജിന്റെ കീബോർഡിസ്റ്റ് ആണ്. എങ്ങനെയാണ് വർക്കൊക്കെ എങ്ങനെ പോകുന്നു? പുതിയ ഷോസ് അതിന്റെ തിരക്കിലായിരിക്കും ബാൻഡ്? ഷോസിൻ്റെ തിരക്കിലാണ്. ഇന്ന് ഇപ്പം കൊച്ചിയിലൊരു ഷോ ഉണ്ട്. എങ്ങനെയാണ് കീബോർഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് തന്നെ സെലക്ട് ചെയ്യാനുള്ള റീസൺ ഒക്കെ എന്തായാലും? ഞാൻ വളരെ ചെറുപ്പത്തിൽ സെലക്ട് ചെയ്തതാണ്. എനിക്കൊരു 6 വയസ്സുണ്ടാകുമ്പം അച്ഛൻ്റെ ശിക്ഷണത്തിലാണ് തുടങ്ങിയത്. പിന്നീട് വീട്ടിൽ പഠിപ്പിക്കാനായിട്ടൊരു സാറ് വരുമായിരുന്നു, ആഴ്ചയിൽ 2 ക്ലാസ്സായിട്ട്. പിന്നീട് തൃശ്ശൂർ പോയി പഠിച്ചു. അപ്പോൾ സംഗീത പാരമ്പര്യത്തിന്റെ ബാക്കിയാണ് ഈ പഠിച്ചതൊക്കെ ഒരു 8 to 10 years അങ്ങനെ ആണ്, ഓരോരോ പീരീഡിലെ സമയങ്ങളാണ് പറഞ്ഞത്. എത്ര നാളെ ഈ ഒരു മ്യൂസിക് ഒരു പ്രൊഫഷനായിട്ട് അല്ലെങ്കിൽ കീബോർഡ് ഒരു പ്രൊഫഷനായിട്ട് എൻ്റെ പ്രൊഫഷൻ ഇതാണ് എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ട് എത്ര കാലം? എൻ്റെ പ്രൊഫഷൻ എന്നല്ല, എനിക്ക് ഇത് മാത്രമേ ചെയ്യാൻ അറിയുള്ളൂ. വേറെ ഒരു പ്രൊഫഷണലും അല്ലെങ്കിൽ അത് ചിന്തിക്കാനേ ഞാൻ പോയിട്ടില്ല. വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല. എനിക്കിത് മാത്രം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ആ ഒരു കീബോർഡ് മാജിക് കാണാം. ഓക്കെ. ഓക്കെ, എങ്ങനെയാണ് മ്യൂസിക് ഇപ്പോൾ എത്ര വർഷമായി മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്? ഇൻഡസ്ട്രി ഞാൻ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം മരിച്ചു പോയിരുന്നു കണ്ണൻ സൂരജ്. അങ്ങനെയാണ് എന്നെ ആദ്യമായിട്ട് ഇൻട്രൊഡക്ഷൻ തന്നിട്ട് കൊണ്ടുവരുന്നത്. എനിക്ക് ആളുടെ അടുത്ത് നിന്നാണ് പ്രോഗ്രാമിങ്ങിലേക്കുള്ള ഇൻട്രസ്റ്റ് വരുന്നത്. അപ്പം അത് അങ്ങനെ ഒരു പ്രോഗ്രാമറായിട്ടാണ് ഞാൻ ചെന്നൈയിലെത്തുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഗോവിൻ ചേട്ടനെ പരിചയപ്പെടുന്നത്, സിദ്ധാർത്ഥ്, ബാക്കി എല്ലാവരും ബിയാനെയൊക്കെ പരിചയപ്പെടാൻ ഇടയായത് അവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് വളർന്ന്. ലൈക്ക് അങ്ങനെയാണ് തൈക്കൂടം ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു ബാൻഡ് ഫോം. എനിക്ക് അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ ഹിസ്റ്ററി ഉണ്ടാവാൻ മാത്രമുള്ള പ്രായമൊന്നുമില്ല. ഓക്കെ, എങ്ങനെയാണ് ഈ പുതിയ പരീക്ഷണങ്ങൾ? എല്ലാ ഇൻസ്ട്രുമെന്റ്സിലും പുതിയ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്, പക്ഷേ തൈക്കൂടം ബ്രിഡ്ജ് ഡിഫറെന്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ തന്നെയാണ് ഒരു വേദിയിൽ. ഞാനും ഒരു കീബോർഡിസ്റ്റിൽ കവിയുന്ന രീതിയിൽ പരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കാറുണ്ട്. അതായത് ഇന്നേ വരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ശബ്ദങ്ങളും ടോൺസ് അതൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യാനും പരീക്ഷിക്കാനും, ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹങ്ങൾ. അല്ല, അങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ സക്സസ് ആണോ? അങ്ങനെ ശ്രമിച്ചിട്ടുണ്ടോ? ഇതിനുണ്ടോ? ഇതുവരെ ചെയ്തതിലൊന്നും തെറ്റായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. ഇതുവരെ ആൾക്കാരൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. എങ്ങനെ ഇതിന് പല ടൈപ്പ് മ്യൂസിക്സ് ഉണ്ടോ? അതായത് സോഫ്റ്റ്, കുറച്ചുകൂടി ഫാസ്റ്റ് ആവുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും ഓരോരുത്തരുടെ സെൽഫ് ജോണേഴ്സും എല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാൻ എല്ലാം ഒരു പാട്ടാണെന്നുണ്ടെങ്കിൽ ഏത് പാട്ടും കേൾക്കും. എനിക്ക് തൈക്കൂടം ബ്രിഡ്ജ് കുറച്ചുകൂടി ഒരു അങ്ങനത്തെ രീതിയിൽ കുറച്ചുകൂടി ഫാസ്റ്റ് ആൾക്കാരെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള മ്യൂസിക് അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും അവരുടെ ഇഷ്ടങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടങ്ങൾ ഒന്നിച്ചു വരുമ്പോഴാണ് ഒരു തൈക്കൂടം ബ്രിഡ്ജ് ആവുന്നത്. എങ്ങനെയാ ശരിക്കും വേദിയിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ എത്രത്തിലുള്ള മ്യൂസിക് ഒക്കെയാണ് സെലക്ട് ചെയ്യല്? അത് ഓരോ സിംഗേഴ്സിനനുസരിച്ചിട്ടാണ്. ഇപ്പം സിദ്ധാർത്ഥന് പാടാൻ പറ്റുന്ന പാട്ട് ചിലപ്പോൾ അനീഷ് പാടില്ല. ഓരോ സിംഗേഴ്സിനും പറ്റുന്ന അവർക്ക് ആപ്റ്റായിട്ടുള്ള അവരുടെ സൗണ്ടിങ് അനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ് സെലക്ട് ചെയ്യുക.
പിന്നെ ക്രൗഡ് പുള്ളിങ് ലൈക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഇത് നോക്കും ഫേവർ. എങ്കിലും ഇപ്പോൾ റൂത്തൻ ഉണ്ടാവുമല്ലോ, റൂത്തൻ ഇഷ്ടമുള്ള ഒരു അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സോങ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മ്യൂസിക് എന്നുള്ളത് റൂത്തൻ ഇഷ്ടമുണ്ടാവും. റൂത്തൻ്റെ ഇഷ്ടമുള്ള മ്യൂസിക് എൻ്റെ പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ലവ് സോങ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊരെണ്ണം വായിച്ചാലോ? മ്യൂസിക് മോജോയിൽ ചെയ്തിട്ടുണ്ട്, സീസൺ 2 ഒരു പാട്ട് വായിച്ചിട്ടുണ്ടായിരുന്നു, ഓക്കെ. കവറായിട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സോങ്സ് ആണ് റൂത്തൻ പ്രിഫർ ചെയ്യുക? എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇങ്ങനെ കാമായിട്ട് ഇരുന്ന് ഒരു സ്ഥലത്തിരുന്ന് കേൾക്കാനും എൻജോയ് ചെയ്യാനും വളരെ ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും എല്ലാവർക്കും ആണെങ്കിലും മെലോഡിയസ് സോങ്സിനോട് കുറച്ചുകൂടി താല്പര്യം കൂടുതലാണ്, പ്രത്യേകിച്ച് ലവ് സോങ്സ് കൂടി നമ്മൾ റൂത്തൻ്റെ. അതെ, നമ്മുടെ അതും ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹമുണ്ട്. പുതിയ ആൽബം വരുമ്പോൾ അങ്ങനത്തെയും കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ആൾക്കാർക്ക്. അപ്പം ഇങ്ങനത്തെ പാട്ടുകളായിരിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആരും ആൽബം വാങ്ങരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെയാണ് പക്ഷെ വിചാരിക്കുന്നത്. ഈ 6 വർഷമായി മ്യൂസിക് ഇൻഡസ്ട്രിയിലേക്ക് വന്നിട്ട്, അപ്പോൾ ഇതിനോടകം സിനിമ മേഖലയിലേക്കൊന്നും കൈവച്ചില്ലേ? സിനിമ മേഖല എൻ്റെ അച്ഛൻ മ്യൂസിക് ഡയറക്ടറാണ്. അച്ഛൻ്റെ കൂടെ ഒരു പടം ചെയ്തു, കടൽ കടന്ന ഒരു മാത്തുക്കുട്ടി എന്ന് പറഞ്ഞ്. അതായിരുന്നു പ്രോഗ്രാമിങ് ചെയ്ത ഫസ്റ്റ് പടം. അപ്പോൾ ഇനി ഫിലിം ഇൻഡസ്ട്രി അങ്ങനെ അത്തരത്തിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഫിലിം നമ്മുടെ ബാൻഡിനായിട്ട് തന്നെ എന്താണ് പുതിയ പ്രൊജക്ട്സ് നോക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആൽബത്തിൻ്റെ വർക്ക് ചെയ്ത കാരണം വേറെ ഒന്നിനും സമയം കിട്ടാറില്ല. ഏറ്റവും ഹിറ്റായിട്ടുള്ള വായിച്ചിട്ടുള്ളത് ഏറ്റവും ഹിറ്റാണ് അല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ ഏറ്റവും കോൺഫിഡൻ്റ് ഉണ്ട് എന്ന് തോന്നുന്ന ഒരു സോങ് ഒക്കെ ഉണ്ടാവും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മ്യൂസിക് ഉണ്ടാവും, ഏതാണ്? ഹിറ്റാണെന്ന് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും ഹിറ്റ് സോങ് എന്ന് പറഞ്ഞാൽ. ഏത് രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിലും ആൾക്കാർ ഫസ്റ്റ് പറയുന്ന പാട്ട് നൊസ്റ്റാൾജി. നിങ്ങൾ നിരവധി രാജ്യങ്ങളിൽ ഇതിനോടകം ഷോസ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. അതെ, ഓസ്ട്രേലിയ പോയി. ലാസ്റ്റ് മന്ത് പോയത് UK-യിലായിരുന്നു. UK ടൂർ കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. ഓക്കെ, നമുക്കിപ്പോൾ നൊസ്റ്റാൾജിയുടെ സോങ് ആണെങ്കിലോ? നൊസ്റ്റാൾജിയ, ഓക്കെ. രാത്രി ഉറങ്ങിയിട്ടില്ല, ഫുൾ ടൈം പ്രാക്ടീസിൽ തന്നെയാണ്. ഇടയിലാണ് രാവിലെ വിളിച്ചുകൊണ്ട്. ഓക്കെ, എങ്ങനെയാ നിങ്ങളുടെ ഇനിയിപ്പോൾ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ഈ കീബോർഡ് അതിൽ എന്തെങ്കിലും പുതിയ? ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീബോർഡ് വായിക്കുന്ന ഒന്നും ശരിയല്ല. എൻ്റെ ഇഷ്ടത്തിനാണ് വായിക്കുന്നത്, ഞാൻ തന്നെ പരീക്ഷിക്കുന്ന. ഇതൊന്നും ആരും ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന മ്യൂസിക്കിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഞാൻ വായിക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയിട്ടും. അത് ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാണുമ്പോഴാണ് അതിൽ നിന്ന് കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടുന്നത്. ഈ കീബോർഡ് കൂടുതൽ ആൾക്കാർ കീബോർഡ്, കാരണം ഇപ്പം കൂടുതൽ എനിക്കൊന്ന് ഗിറ്റാർ പഠിക്കാൻ കൂടുതൽ സ്റ്റുഡൻസ് മുന്നോട്ട് വരുന്നുണ്ട്. അതേപോലെ കീബോർഡിനും അത്രയൊക്കെ സാധ്യതകൾ അത്രയധികം സ്റ്റുഡൻസ് ഒക്കെ വരുന്നുണ്ടോ? കീബോർഡിന് എനിക്ക് തോന്നുന്നത് സത്യം പറഞ്ഞാൽ കുറവായിരിക്കും, കാരണം ഗിറ്റാർ വളരെ എളുപ്പമാണല്ലോ. ഗിറ്റാർ വളരെ എളുപ്പമെന്നല്ല, ഗിറ്റാർ എടുത്ത് വായിക്കാൻ വളരെ എളുപ്പമാണ്. എങ്ങനെയാണ് കീബോർഡിന് എന്താ വായിക്കുന്നതിലുള്ള ഡിഫിക്കൽട്ടീസ് എന്താണ്? എൻ്റെ ഒരു സമയം പറയാം, കീബോർഡ് പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗിറ്റാർ പഠിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം വായിക്കാനെങ്കിലും പറ്റും. ഇത് പക്ഷെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വായിക്കാൻ പറ്റില്ല.
എന്താണ് അത്? അതെന്താ അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതം മുഴുവൻ വേണ്ടി വരും ഇത് ഞാൻ മുഴുവൻ വായിക്കണമെങ്കിൽ. അത് തീർച്ചയായിട്ടും എല്ലാ മ്യൂസീഷ്യൻസും പറയുന്നതാണ് ഇങ്ങനെ മ്യൂസിക്കിനെ കുറിച്ച്. എങ്ങനെയാ, എന്താണ് അതിലെ ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ് ഈ ഇത് പഠിച്ചു തുടങ്ങുമ്പോൾ കീബോർഡ്? ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും അറിയും തോറും മനസ്സിലാ ഒരു ഭയവും അല്ലെങ്കിൽ അത് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഉള്ള ഒരു പ്രശ്നങ്ങൾ വരും. ഇപ്പം എനിക്കത് വളരെ കുറവാണ്, കാരണം എനിക്കൊന്നും അറിയില്ല. അതിനുകൊണ്ട് ഇപ്പോൾ വളരെ ടെൻഷനൊന്നുമില്ല, എവിടെ പോയിട്ട് എന്ത് വേണമെങ്കിലും വായിക്കാന്നുള്ള. എങ്ങനെയാണ് സാധാരണ കൃത്യമായിട്ട് ചിട്ടപ്പെടുത്തലുണ്ട് പല മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സിനും, കൃത്യമായിട്ട് അതിൻ്റെ രാഗം താളം അങ്ങനെയൊക്കെ ചിട്ടപ്പെടുത്തൽ. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഈ ഇൻസ്ട്രുമെന്റിന്റെ ചിട്ടപ്പെടുത്തലൊക്കെ എങ്ങനെയാണ്, എത്തരത്തിലാണ്? അത് ഓരോ പാട്ടിനും ഓരോ പോലെയാണ്. ഈ രാഗങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നെ ചെറുപ്പം മുതലേ അച്ഛൻ തലക്കടിച്ച് പഠിപ്പിക്കാൻ നോക്കുന്നുണ്ട്, ഇതുവരെ നടന്നിട്ടില്ല അതൊന്നും. അതുകൊണ്ടാണ് ഈ കീബോർഡ് വായിക്കാൻ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഡിഫിക്കൽട്ട് ആയിരിക്കുന്നത്. ഉള്ളിലെ സംഗീതം മുഴുവൻ വരുന്നത് റിവെഞ്ചിൽ നിന്നാണ്. ഇത് പഠിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താ എനിക്കതൊന്നും പഠിക്കണ്ട, എനിക്ക് വേറെ എന്തെങ്കിലും പഠിച്ചാൽ മതി, അങ്ങനെയൊക്കെയാണ് ഇൻട്രസ്റ്റുകൾ കൂടുന്നത് ഇപ്പം. ഓക്കെ, എങ്ങനെയാണ് ഇനി ഒരു സോങ് കൂടി വായിക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും? പെട്ടെന്ന് വായിക്കാൻ പറഞ്ഞാൽ ഒരാൾ ഫേവറേറ്റ് സോങ് ഒരെണ്ണം വായിക്കാൻ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും വായിക്കാൻ ഇഷ്ടപ്പെടുക? ബീത്തോവൻ. ഓക്കെ, ഷുവർ. ഒരു ചെറിയ പ്രായം മുതലേ തന്നെ ഈ ഇൻസ്ട്രുമെന്റ് വായിച്ചു തുടങ്ങി എന്ന് പറയുന്നു. അപ്പോൾ അന്നത്തെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഇപ്പോൾ ടെക്നോളജി ഒക്കെ. എന്തൊക്കെയാണ് ഈ ഇൻസ്ട്രുമെന്റിൽ തന്നെ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കീസ് പല ഇൻസ്ട്രുമെൻസിനുണ്ട്, ഹാർമോണിയത്തിനുണ്ട്, അക്കോർഡിയനുണ്ട്, എല്ലാത്തിൻ്റെയും നോട്ടുകളെല്ലാം സെയിം തന്നെയാണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ നമ്മൾ വായിക്കുന്ന ശൈലിക്കോ അല്ലെങ്കിൽ ആ സംഗീതത്തിനോ ആണ് വ്യത്യാസം വരുന്നത്. അപ്പം ഇതിൻ്റെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കീബോർഡിൻ്റെ മാത്രം ടോൺസ് മാത്രമായിട്ടോ അല്ലെങ്കിൽ അതിൽ മാത്രം സർക്കുലേറ്റഡ് ആയി പോകാണ്ട് ഞാൻ കൂടുതൽ വെറൈറ്റീസ് ട്രൈ ചെയ്യാനായിട്ട് ഇപ്പം അധികം ആൾക്കാരും അത് ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടില്ല. ബട്ട് സ്റ്റിൽ ന്യൂ VSTs, പുതിയ സൗണ്ടുകൾ ഒക്കെ ഡൗൺലോഡ് ചെയ്യുക, പൈസ കൊടുത്ത് മേടിക്കുക, അങ്ങനത്തെ പുതിയ പരീക്ഷണങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഈ തുടക്കത്തിലുണ്ടായിരുന്ന മ്യൂസിക്കിൽ നിന്ന് ഇപ്പോൾ എന്താണ് പിയാനോ കീബോർഡിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ്? തുടക്കം ഉണ്ടായിരുന്ന മ്യൂസിക് പ്ലസ് ഇപ്പോഴത്തെ ഒരു സൗണ്ടിങ്ങിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. എനിക്ക് കേട്ടിട്ട് അത്രേ തോന്നാറുള്ളൂ. കാരണം വായിക്കുന്നതിനൊന്നും വായന ശൈലിക്കോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളൊന്നും വരാറില്ല. ഇപ്പം ഒരു 70s റോക്ക് കേൾക്കുന്നതും ഇപ്പോഴത്തെ ഒരു 2014 റിലീസ് ന്യൂസ് പോപ്പ് സോങ് കേൾക്കുന്നതിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. അത്രേ ഉള്ളൂ എനിക്കും തോന്നിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സോങ്സിന്റെ സെലക്ഷനിലൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി മാറ്റം വന്നിട്ടുണ്ടോ? അതായത് കീബോർഡ് ആൾക്കാർ കൂടുതലും കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാട്ടുകൾ. എത്രത്തിൽ കീബോർഡ് യൂസ് ചെയ്തിട്ടോ? അല്ല, കീബോർഡ് എനിക്ക് അറിഞ്ഞൂടാ എത്ര. ഇപ്പം എൻ്റെ അടുത്ത് പറയാറുണ്ട് ആൾക്കാർ, എന്താണ് ചേട്ടൻ്റെ പ്ലേയിങ് കണ്ട് ഞാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ, അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമുക്കൊരു പ്രചോദനം. ഈ ബാൻഡുകൾ വന്നതുകൊണ്ട് ഈ കീബോർഡ്, ഗിറ്റാർ തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സിന് കുറച്ചുകൂടി ജനങ്ങൾക്കിടയിൽ പ്രചാരം. സത്യമായിട്ടും പിള്ളേരെ പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര രസമുണ്ട്. ഓക്കെ, ബിതോവിൻ്റെ മ്യൂസിക് ഓൾവേസ് എപ്പോഴാണെങ്കിലും ഇഷ്ടമുള്ളൊരു മ്യൂസിക്കാണ്. ഈ അതിന് നമ്മൾ എപ്പോഴും ആൾക്കാർക്ക് ഇപ്പം തൈക്കുടം ബ്രിഡ്ജ് ആണെങ്കിൽ തന്നെയും മലയാളം സോങ്സ് ഒക്കെ പലപ്പോഴും ട്രൈ ചെയ്യാറുണ്ട്, അവരുടേതായ ഫ്യൂഷനൊക്കെ മിക്സ് ചെയ്തിട്ട്. അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കീബോർഡിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട്? കീബോർഡിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എപ്പോഴായിട്ടും ഒരു ബാക്കിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. എപ്പോഴും മുന്നോട്ട് കയറി നിൽക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് അല്ല കീബോർഡ് ഒരിക്കലും. ഞാൻ പറ്റുന്ന രീതിയിൽ എന്താ പറയാൻ ട്രൈ ചെയ്യാറുണ്ട്. അല്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് കേൾക്കാൻ ഇഷ്ടമൊക്കെ ആയിരിക്കും മലയാളം സോങ്സ് ഒക്കെ. അങ്ങനെ അത്തരത്തിലൊരെണ്ണം വായിക്കാൻ ബുദ്ധിമുട്ടാവും? ഇനി എന്താണ് വായിക്കാൻ? ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു സോങ്. ലൈവ് പോവാണ്. ഓക്കെ.
ഫേവറേറ്റ് സോങ്? ഇതാണ് ഫേവറേറ്റ് സോങ്. അത് ശരി. പിന്നെ ഇതാണ് എന്നല്ല, ഇത് വളരെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഇനി എന്താണ് ഭാവി പദ്ധതികൾ, എന്താണ് മ്യൂസിക് ഭാവി പദ്ധതികൾ? എനിക്ക് കീബോർഡിസ്റ്റ് ആയിട്ട് തന്നെ തുടരാനാണ് ആഗ്രഹം. ഇപ്പം പോകുന്നിടത്തോളം കാലം ഇതൊരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പം നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും എന്നുള്ള അറിയില്ല. എനിക്ക് കമ്പോസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്, മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. കമ്പോസിഷൻ ഇതുവരെ അങ്ങനെ എന്തെങ്കിലും അത്തരത്തിലുള്ള സാഹസം കാണിച്ചോ? ഒരു പാട്ട് ഉണ്ടായിരുന്നു, വണ്ടി പഞ്ചർ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. ലൈക്ക് ഒരു 2-3 ഇയേഴ്സ് മുന്നേ ആയിട്ടാണ് ചെയ്തത്. ഓക്കെ. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും മ്യൂസിക് ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ പുതിയ കമ്പോസിഷൻ ഒക്കെയാണ് ഇനി പ്രതീക്ഷിക്കാവുന്നത് അങ്ങനെയൊക്കെയാണ്. അത് എപ്പോഴായിരിക്കും, ഇനിയിപ്പോൾ ബാൻഡിന് ശേഷമായിരിക്കും, ഇതിൻ്റെ സമയത്തായിരിക്കും, ഒന്നിനും ഐഡിയ ഇല്ല. കാരണം ഇതിൻ്റെ ലൈവ് ഷോസ് അല്ലാണ്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ അതിഥിയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ നന്ദി മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയായി തീർന്നു. താങ്ക് യു സോ മച്ച്.